നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ നടന്ന ഒരു പാലത്തിന്റെ തകർച്ച അത് വലിയ രീതിയിൽ ലോകം ചർച്ച ചെയ്യുകയാണ്. 6 പേർ മരണമടയുകയും ചെയ്തിരുന്നു. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ പാലത്തിൽ ചരക്കു കപ്പൽ ഇടിച്ചുണ്ടായ അപകടത്തിന്റെ കാരണം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് വിദഗ്ധർ. അതേസമയം കപ്പലിലെ മുഴുവൻ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എഞ്ചിൻ തകരാറ്, ജനറേറ്റർ നിലച്ചുപോകൽ, സ്റ്റിയറിംഗ് തകരാറ്, മാനുഷികമായ പിഴവുകൾ തുടങ്ങിയ കാരണങ്ങളാണ് കപ്പൽ അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് കരുതുന്നത് എന്നാണ് കപ്പൽ വിദഗ്ധർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ചരക്കു കപ്പലിന്റെ മാനേജിംഗ് കമ്പനി മലയാളിയുടേതാണ്. പാലക്കാട് സ്വദേശി ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണിയുടെ ഉടമസ്ഥയിലുള്ള സിനർജി മറൈൻ ഗ്രൂപ്പ് ആണ് കപ്പലിന്റെ മാനേജിംഗ് കമ്പനി. സിംഗപ്പൂർ ആസ്ഥാനമായ ഗ്രേസ് ഓഷ്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമസ്ഥയിലുള്ള ചരക്ക് കപ്പൽ ഡാലിയിലെ 22 ജീവനക്കാരും ഇന്ത്യക്കാരാണ്. ഇവരെല്ലാം സുരക്ഷിതരാണ് എന്നും കമ്പനി അറിയിച്ചു. ലോക പ്രശസ്ത സ്പാനിഷ് ചിത്രകാരൻ സാൽവദോർ ഡാലിയുടെ പേരാണ് കപ്പലിന്. ചൊവ്വാഴ്ച പുലർച്ചെ 1:30 ലോകത്തെ ഞെട്ടിച്ച കപ്പൽ അപകടം ഉണ്ടായത്. മേരിലാൻഡിൽ നിന്ന് കൊളംബോയിലേക്ക് പുറപ്പെട്ട സിംഗപ്പൂർ ചരക്ക് കപ്പലായ ഡാലി ഫ്രാൻസിസ് ആണ് അപകടത്തിൽപ്പെട്ടത്. 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുമാണ് ഡാലി ഫ്രാൻസിസിനുള്ളത്. ബാൾട്ടിമോറിലെ സീഗ്രിഡ് മറൈൻ ടെർമിനലിൽ നിന്ന് ചൊവ്വാഴ്ച അർദ്ധരാത്രി 12:24 യാത്ര തുടങ്ങിയ കപ്പൽ 1 മണിക്കൂറിനകം ഗതി മാറുകയായിരുന്നു. പിന്നാലെ കപ്പലിലെ പുറംഭാഗത്തെ വെളിച്ചം കെടുകയും പുക ഉയരുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ കപ്പൽ പറ്റാപ്സ്കോ നദിക്ക് കുറുകെ 56 മീറ്റർ ഉയരവും 2.6 കിലോമീറ്റർ നീളവുമുള്ള ഫ്രാൻസിസ് സ്കോട്ട് കീ ഇരുമ്പ് പാലത്തിന്റെ തൂണിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ പാലത്തിന്റെ 800 മീറ്ററോളം ഭാഗമാണ് തകർന്നത്. ആ സമയത്ത് പാലത്തിൽ ഉണ്ടായിരുന്ന വാഹനങ്ങൾ അടക്കം പുഴയിലേക്ക് വീഴുകയായിരുന്നു. പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്താണ് അപകടമുണ്ടായത്. നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ പലരും തന്നെ പുഴയിലേക്ക് വീണിരുന്നു. കൊടും തണുപ്പ് രക്ഷാപ്രവർത്തനത്തെയും സാരമായി ബാധിച്ചു. അതേസമയം കപ്പൽ പാലത്തിൽ ഇടിച്ച സംഭവത്തിൽ ദുരൂഹതയോ ആക്രമണ സ്വഭാവമോ ഇല്ലെന്നാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. തിരച്ചിലിന്റെ ദൈർഘ്യവും ജലത്തിന്റെ താപനിലയും കണക്കിലെടുത്താൽ കാണാതായ തൊഴിലാളികളെ ജീവനോടെ കണ്ടെത്താൻ സാധ്യതയില്ല എന്നാണ് US കോസ്റ്റ് ഗാർഡിന്റെ റിയർ അഡ്മിറൽ ഷാൻ ഗില്ലറൈറ്റ് പറയുന്നത്. നിർമ്മാണ സംഘത്തിൽ ഉണ്ടായിരുന്ന 2 പേരെ ആദ്യം രക്ഷപ്പെടുത്തിയിരുന്നു. ഒരാളെ ഗുരുതരമായ പരിക്കുകളോടെ അടുത്തുള്ള ഡ്രോമ സെറ്റിലേക്ക് കൊണ്ടുപോയി. അതുപോലെ തന്നെ രണ്ടാമത്തെയാൾ അത്ഭുതകരമായി പരിക്കില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. അതേസമയം കപ്പലിടിച്ചതിനെ തുടർന്ന് പാലം തകർന്നുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചതായി അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി. അറ്റകുറ്റപ്പണിയിൽ ഏർപ്പെട്ട തൊഴിലാളികളാണ് മരിച്ചതെന്നാണ് സൂചന.